ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ചർച്ചയായതോടെ വിശദീകരണവുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. രാഹുൽ നിലവിൽ എം.എൽ.എ. ആണെന്നും അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അങ്ങനെയൊരാൾ വേദിയിൽ വന്നാൽ ഇറക്കിവിടുന്നത് തങ്ങളുടെ മര്യാദയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അയാളുടെ മണ്ഡലത്തിലാണ് പരിപാടി നടന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെ ഒഴിവാക്കി നിർത്തുന്നത് ശരിയല്ലെന്നാണ് തങ്ങളുടെ നിലപാട്. രാഹുലിനെ ശിക്ഷിക്കുകയോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുറ്റക്കാരനാണെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും സംഘാടക സമിതി യോഗത്തിൽ നോട്ടീസിൽ പേര് വെച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ജനാധിപത്യ മര്യാദയുടെ ഒരു പ്രശ്നമാണ്. രാഹുൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തിയാണ്. അയാൾ അയോഗ്യനല്ല. ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല. അയാളുടെ പേരിലുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. അത് ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രം കാണിക്കാൻ പറ്റുന്ന മര്യാദയാണെന്നും മന്ത്രി പറഞ്ഞു. ആദ്യം പ്രശ്നം വളരെ രൂക്ഷമായിരുന്നപ്പോഴാണ് പരിപാടിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത്. ശിവൻകുട്ടിയും മന്ത്രി എം.പി. രാജേഷും വേദിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് രാഹുൽ വേദിയിലേക്ക് എത്തിയത്. തുടർന്ന് വി ശിവൻകുട്ടിയുമായി സംസാരിച്ചിരുന്ന രാഹുലിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആശംസാ പ്രസംഗം നടത്തിയത്. അതേസമയം രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. കൗൺസിലർ വേദി വിട്ടിറങ്ങിയിരുന്നു. പാലക്കാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാറാണ് പ്രതിഷേധിച്ച് വേദി വിട്ടത്. സ്ത്രീവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്ന എം.എൽ.എക്കൊപ്പം വേദി പങ്കിടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാണ് മിനി കൃഷ്ണകുമാർ വേദി വിട്ടത്.